എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പോലീസുകാർക്കൊന്നും രക്ഷയില്ലാത്തൊരു കാലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ആളുകളാണ്, നമ്മുടെ സംരക്ഷകരാണ്. കാരണം എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തൊരു കേസായാലും, ആക്രമണമായാലും കൊലക്കേസായാലും, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്താൻ എന്ത് കേസാണെങ്കിലും നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളെ സംരക്ഷിക്കുന്ന സംരക്ഷകരാണ് പോലീസ്, നീതിപാലകരാണ് അവർ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കരൂർ ഒരു സംഭവം ഉണ്ടായി. പുലർച്ചെ 2 മണിക്ക് അവിടെ പോലീസ് പട്രോളിങ്, അത് അവിടെ വാഹന പരിശോധനയ്ക്കിടയിൽ അവിടെ കരൂർ ശാസ്ത ടെമ്പിൾ റോഡിൽ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നീല ബൊലോന കാർ അവിടെ വരികയും അത് കാറ് കൈ കാണിച്ച് നിർത്തുകയും ചെയ്തു. ആ കാറ് നിർത്തി സ്ലോ ആക്കിയതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു അറിയാം, മുമ്പിൽ നിൽക്കുന്ന സന്തോഷിനെ, ASIയും ഡ്രൈവറുമായ സന്തോഷുണ്ട്, അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള എതിരെ കാണുന്ന LMG റോഡിൽ കൂടി കാറ് കയറി പാഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റോഡിലെ ഒരു CCTV ഇതൊക്കെ വ്യക്തമായിട്ട് ഇതിങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു, അതായത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ CCTV വിഷ്വൽസ് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടി. അപ്പോൾ ആ കാറിൻ്റെ നമ്പർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, കൊല്ലത്ത് കുണ്ട്രയുള്ള 2 ടീമാണ്, ഷംനാദും ഇർഷാദും, ഇങ്ങനെ 2 പേരുള്ള 2 ആളുകളാണ്. അപ്പോൾ അവർ എന്ത് ചെയ്തു, അവർ കൊല്ലത്തുള്ളതെന്നുള്ളത് മനസ്സിലായി. അവർ വ്യക്തമായ വിവരം കിട്ടി, കൊല്ലത്ത് കുണ്ട്ര പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ കുണ്ട്ര പോലീസിൻ്റെ സഹായത്തോടെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇവരെ പിടിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത സമയത്ത് തന്നെ ഇവിടെ എറണാകുളം നോർത്ത് പോലീസിന് അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ അതിവേഗം കുണ്ട്രയിലെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അവിടെ കുണ്ട്ര സ്റ്റേഷനിൽ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇവർ കാറ് വായിച്ചു പോയതെന്നും എന്താണ് കാറിലുണ്ടായിരുന്നെന്നുള്ളത് വിഷ്വൽസാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വാർത്ത നമുക്ക് ചെയ്യാം. നമുക്ക് ഈ വിഷ്വൽസ് ഒന്ന് കാണാം, ഈ വീഡിയോ ദൃശ്യം ഒന്ന് കാണാം. സന്തോഷിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരി വ്യാപനം തടയണമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം രാത്രി പുലർച്ചെയോടെ കലൂരിലെ ശാസ്ത്ര റോഡിൽ പരിശോധനയ്ക്കായി ഇറങ്ങിയത്. പിന്നീടുണ്ടായതാകട്ടെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ. സമയം ഇക്കഴിഞ്ഞ രാത്രി പുലർച്ചെ 2:30. ഇപ്പോൾ കാണുന്ന പോലെ വലിയ ബഹളങ്ങളൊന്നും റോഡിൽ ഇല്ല. അസാധാരണമായി വരുന്ന വാഹനങ്ങളെ പരിശോധിച്ച ശേഷം മാത്രമേ പോലീസ് ഇത്തരത്തിൽ കടത്തിവിടാറുള്ളൂ. പട്രോളിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോഴാണ് ഒരു നീല ബലോനോ കാർ അതുവഴി വരുന്നു. ഈ കാണുന്ന റോഡിൽ നിന്നായിരുന്നു ആ ബലോനോ കാറിന്റെ അതിവേഗത്തിലുള്ള വരവ്. ആ വരവിൽ എന്തോ പന്തികേട് കണ്ടില്ലേ, അതാണ് അവിടെ നടന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസിൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് കാറാണെങ്കിലും അവിടെ ചവിട്ടി നിർത്തി അത് ഏത് വണ്ടിയായാലും അവർ ചെക്ക് ചെയ്യും. കാരണം അവരുടെ ഡ്യൂട്ടി അതാണ്. അപ്പോൾ അവിടെ പോലീസിനെ ഭയന്ന് പോയതാണോ എന്താണെന്നുള്ള അറിയത്തില്ല പോലീസിന്. അപ്പോൾ ആ കാറിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും മയക്കുമരുന്നോ കഞ്ചാവോ അതുപോലെ ബ്രൗൺ ഷുഗറോ ഡ്രഗ്സോ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കത്തില്ല. അതല്ലെങ്കിൽ പിന്നെ പോലീസിനെ കാണുമ്പം സാധാരണ എല്ലാ കാറുകാരും ചെക്കിങ്ങിന് അതിന് അനുകൂലമായിട്ട് വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർ പോലീസിൻ്റെ അടുത്തോട്ട് ചെല്ലലാണ്. ഇതങ്ങനെ ചെയ്തിട്ടില്ല. വണ്ടി സ്ലോ ആക്കി നിർത്തുകയും ചെയ്തു. നിർത്താനെന്ന വ്യാജാനം സ്ലോ ആക്കി പിന്നെ സ്പീഡ് കൂട്ടി ആക്സിലേറ്റർ കൂട്ടി കാലമർത്തി എടുക്കുകയാണ് ചെയ്തത്. അപ്പം അവരെന്തോ ഇതിൽ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസിനെ ഭയന്നിട്ട് അവരെന്തോ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നുള്ള അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തിനാണ് ആ കാറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും അത് എന്തിനാണ് അങ്ങനെ അത്ര ധൃതിയിൽ ഓടിച്ചു പോയതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഇപ്പോൾ ഈ കേരളത്തിൽ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞ പോലെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരി തന്നെയാണ്.
ഇപ്പോൾ ഈ എറണാകുളത്ത് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം ഇൻസിഡൻറ്റുകൾ നടത്തും. കഴിഞ്ഞ ദിവസമാണ് ഷാജി എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ ഒരു 45 വയസ്സായ യുവതിയെ അവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകളുണ്ടായപ്പം കൊന്ന വിവരവും ആ വിവരവും ഞാൻ പിന്നെ വാർത്ത ചെയ്തതാണ്. അപ്പോൾ ഈ പോലീസുകാരനെ ഇടിപ്പിച്ച ഈ സംഭവം വളരെ വിഷമകരമായ ഒരു സംഗതിയാണ്. കാരണം നമ്മളെ നിയന്ത്രിക്കുന്ന പോലീസുകാരെയാണ് ഇടിച്ച് തെറിപ്പിച്ച് പോണത്. പലരും പോലീസിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലൊന്നും നമുക്ക് പോലീസിനെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവരത്രയും മാന്യമായ രീതിയിൽ അവർ കേസ് അന്വേഷിക്കുന്നു, അവർ അന്വേഷണം നടത്തുന്നു, വാഹനം പരിശോധിക്കുന്നു. അപ്പം എന്തായാലും ഇവരെ കിട്ടിയിട്ടുണ്ട്. 2 വേന്ദ്രന്മാരുണ്ട്. ഈ വേന്ദ്രന്മാരുടെ ഫോട്ടോ നിങ്ങളിതിൽ കണ്ടല്ലോ. എന്തായാലും ഇനി അടുത്തതായിട്ട് എറണാകുളത്ത് നോർത്ത് സ്റ്റേഷനിൽ എത്തിക്കും. അപ്പോൾ കാര്യങ്ങൾ റിമാൻഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവിടെ വളരെ വളരെ ഭംഗിയായി, അത് മണിക്കൂറുകൾ സെക്കൻഡുകൾ പിന്നെ കൊല്ലത്തുനിന്ന് പിടിക്കാൻ പറ്റില്ല, കുണ്ടറയിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല. വളരെ കേരള പോലീസിനെ അഭിവാദിക്കുന്നു. കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നാറുകളൊന്നും വളരാൻ അനുവദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉടായ്പ കേസ് കെട്ടാണത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. എന്താണെന്നുള്ള അറിയത്തില്ല. അത് ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാറ് അടക്കം ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഒരു നീല ബൊലോനക്കാരാണെന്നാണ് പറയുന്നത്. എൻ്റെ നമ്പർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ അഭിപ്രായത്തെ പറ്റി നിങ്ങൾക്ക് പൊതുവെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെയുള്ള അനുവദിച്ചുകൂടാ. ശരി, എന്നാൽ നിർത്തുന്നു. നോക്ക്.